മറ്റൊന്ന് മിനിസ്റ്റർ, ഇപ്പോൾ നഷ്ടങ്ങളുടെ കണക്ക്, വീട് നഷ്ടപ്പെട്ടവർ എന്ന് പറയുമ്പോൾ സ്വന്തമായി വീടുള്ളവർ മാത്രമല്ല, വാടകയ്ക്ക് താമസിച്ചവരുണ്ട്, പാടികളിൽ താമസിച്ചവരുണ്ട്, അതിൽ മരിച്ചുപോയവരുടെ കണക്കൊക്കെ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിപ്പോൾ ഈ റേഷൻ കാർഡിൻ്റെ കണക്ക് പ്രകാരമാണ് ഇപ്പോൾ ഔദ്യോഗിക കണക്ക് വരുന്നത്. അല്ലാത്ത കണക്ക് അതിലും ഏറെയാണ് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ 180 പേരെ കണ്ടെത്താനുണ്ടെന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ 180 ആണോ കണക്ക് എന്ന് പറയുന്നതും നമ്മുടെ മുന്നിൽ ഒരു സംശയമായി നിൽക്കുക. അപ്പോൾ എങ്ങനെയാണ് ഒരു യഥാർത്ഥ കണക്കിലേക്ക് സർക്കാരിന് എത്താനാവുക? റേഷൻ കാർഡ് മാത്രമല്ല, റേഷൻ കാർഡ് നോക്കുന്നുണ്ട്, ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഡേറ്റ എടുത്തിട്ടുണ്ട്, ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഡേറ്റ എടുത്തിട്ടുണ്ട്, KSEBയുടെ വിവരങ്ങൾ എടുത്തിട്ടുണ്ട്, പാചകവാതക കണക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കിട്ടാവുന്ന എല്ലാ സ്രോതസ്സുകളിൽ നിന്നുമുള്ള വിവരങ്ങൾ വെച്ചുകൊണ്ടാണ് മിസ്സിംഗ് ആയിട്ടുള്ള ആളുകളുടെ ഡേറ്റ ഇപ്പോൾ പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്. അത് തന്നെ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യം പട്ടിക തയ്യാറാക്കി ആ പട്ടികയിലുള്ളവരുടെ ഫോൺ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് അവരെ എവിടെയെങ്കിലും സുരക്ഷിതരായിട്ടുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നു. അങ്ങനെ കുറേ പേരെ സുരക്ഷിതരാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ആദ്യം തയ്യാറാക്കിയ മിസ്സിംഗ് ലിസ്റ്റിൽ കുറേ പേർ പല സ്ഥലങ്ങളിലേക്കായിട്ട് നേരത്തെ തന്നെ മാറി സുരക്ഷിതരായിട്ട് കഴിയുന്നവരുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും സമഗ്രവും സൂക്ഷ്മവുമായ നിലയിലാണ് മിസ്സിംഗ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഡാമേജ് അസസ്മെൻറ്റ് നടത്തുന്നത് തദ്ദേശ വകുപ്പും റവന്യൂ വകുപ്പും സംയുക്തമായിട്ടാണ് ഈ നഷ്ടത്തിൻ്റെ ഒരു കണക്ക് അവിടെ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളൊപ്പം ഷൈജ ദേവി, അവിടുത്തെ ഒരു ആശാ വർക്കർ കൂടി ചർച്ചയിലുണ്ട്. ഷൈജ ദേവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഷൈജ ദേവിക്കും ഈ ദുരന്തത്തിൽ വ്യക്തിപരമായ നഷ്ടം, കുടുംബത്തിൽ ഒരുപാട് പേരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴും അവിടെയുള്ള ഓരോരുത്തരുടെയും എണ്ണം അറിയാം, ഓരോരുത്തരുടെയും മുഖം അറിയാം. അപ്പോൾ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ ഈ ദുരന്തത്തിൽ നഷ്ടം സംഭവിച്ചിട്ടും ഷൈജ പോവുകയായിരുന്നു. അങ്ങനത്തെ ഒരു അനുഭവം കൂടി ഷൈജയ്ക്കുണ്ട്. ഷൈജ ദേവി, ഇപ്പോൾ ദുരന്തം നടന്ന ഇന്നേക്ക് 8ാം ദിവസമാണ്. ഇന്നിപ്പോൾ കൂടുതൽ മൃതദേഹങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. എന്താണ് ഈ ഘട്ടത്തിൽ മന്ത്രിയോട് പറയാനുള്ളത് ഷൈജ? മന്ത്രിയോട് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അറിയാലോ, മുണ്ടക്കൈ ചൂരൽമല, നമ്മളെ വെള്ളരിമല വില്ലേജിലുണ്ടായ ഒരു ദുരന്തം എന്ന് പറയുന്നത് അറിയാലോ. അപ്പോൾ ആ പ്രദേശത്തുള്ള ആളുകളെയൊക്കെ തന്നെ, ഇപ്പം ഇന്ന് മുഖ്യമന്ത്രിൻ്റെ പ്രസ്താവനയൊക്കെ ഞാൻ കേട്ടിരുന്നു. ഏറ്റവും നല്ല ഒരു തീരുമാനമായിട്ട് എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ എന്താ പറയുക, ഇപ്പം നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ മുണ്ടക്കയിലെ ആളുകൾ എന്ന് പറഞ്ഞാൽ വീട് പോയ ആളുകളുടെ കണക്കുകൾ മാത്രം എടുത്താൽ അതൊരിക്കലും പൂർണ്ണമല്ല. പാടിയിലുള്ള ആളുകൾ, എസ്റ്റേറ്റ് പാടിയിലുള്ള ആളുകളൊക്കെ എവിടെയും പെടാതിരിക്കുന്ന ഒരു സാഹചര്യം, അതുപോലെ തന്നെ ലൈഫിൽ വീട് കൊടുത്തിട്ട് ഭാഗികമായി വീട് പണിതുകൊണ്ടിരിക്കുന്ന ആളുകളുടെ വീടുകളൊക്കെ തന്നെ നഷ്ടപ്പെട്ട കണക്കുകളൊക്കെ പൂർണ്ണമായി എടുത്തുകൊണ്ട് മുഴുവൻ ആളുകളെയും ഒരേ സ്ഥലത്ത്, ഒരു സ്ഥലത്ത് തന്നെ, ഇപ്പോൾ നമ്മൾ പുത്തമലക്കാരെയൊക്കെ ഏകദേശം ചെയ്ത അനുഭവമൊക്കെ സർക്കാരിൻ്റെ മുന്നിലുണ്ട്. അതിനേക്കാൾ കുറച്ചുകൂടെ എല്ലാ സൗകര്യങ്ങളോടുകൂടി ഉള്ള വീടുകൾ പണിതുകൊണ്ട് അവരെല്ലാവരെയും ഒരു സ്ഥലത്ത് തന്നെ ആക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരെയും ഒരു സ്ഥലത്ത് അല്ലേ? മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞൊരു കാര്യം, ഇത് നഷ്ടം സംഭവിച്ച വീടുകൾ നഷ്ടപ്പെട്ടവരോടുകൂടി അവരുടെ അഭിപ്രായം കൂടി എടുത്ത ശേഷമായിരിക്കും അവരുടെ പുനരധിവാസം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അവരുടെ എന്താ പറയുക, ഒരു സർവകക്ഷി യോഗമൊക്കെ വിളിച്ച്, അല്ലെങ്കിൽ ആ പ്രദേശവാസികളുടെ ഒരു യോഗമൊക്കെ വിളിച്ച് അവരുടെ തീരുമാനത്തിന് തന്നെയാണ് നമ്മൾ വില കൽപ്പിക്കേണ്ടത്. ഒരു കുടുംബത്തിലെ പൂർണ്ണമായിട്ട് കുടുംബങ്ങൾ പോയ ആളുകളുണ്ട്, ഒരു കുട്ടി മാത്രം ബാക്കിയായ ആളുകളുണ്ട്, രക്ഷിതാക്കൾ മാത്രം ബാക്കിയായ കുടുംബങ്ങളുണ്ട്. ഇങ്ങനത്തെ ആളുകളുടെ മാനസികാവസ്ഥയും കൂടെ കണക്കാക്കിക്കൊണ്ട് അവരുടെ അഭിപ്രായം കൂടെ കണക്കിലെടുത്തുകൊണ്ടാവണം അവരുടെ പുനരധിവാസം. ശരി ശ്രീശങ്കർ, ഇപ്പോൾ ഈ പരിസ്ഥിതി ലോല പ്രദേശം കൂടുതലുള്ള സ്ഥലമാണല്ലോ വയനാട്. അപ്പോൾ അവിടെ ഇനി ഒരു കെട്ടിടവും പാടില്ല എന്നൊക്കെ നമ്മളോട് പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്രായോഗികമായ എത്രത്തോളം സാധ്യമാണ് എന്നൊരു വിഷയം കൂടെ അവിടെ നിൽക്കുന്നുണ്ട് ശ്രീശങ്കർ. അപ്പോൾ എന്താണ് ഈ നമ്മുടെ മുന്നിൽ ഒരു സുരക്ഷിതമായ സ്ഥലം? ഒരു മിനിറ്റ് ശ്രീശങ്കർ, മിനിസ്റ്റർ പറഞ്ഞോളൂ. ഇവിടെ ബഹുമാനായ ശങ്കറിൻ്റെ കൂടി അനുവാദത്തോടു കൂടി ഞാൻ ശ്രീമതി ഷൈജ ദേവി പറഞ്ഞതിനോട് ഒന്ന് പ്രതികരിച്ച് ഞാൻ മറ്റൊരു ചാനലിനോട് കൂടി സംസാരിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതുകൂടി പറഞ്ഞിട്ടൊന്ന് ഈ ചർച്ചയിൽ നിന്ന് പിൻവാങ്ങണമെന്ന് ഉദ്ദേശിക്കുന്നു. ആദ്യമായി ശ്രീമതി ഷൈജ ദേവി, താങ്കളുടെ
വ്യക്തിപരമായിട്ടുണ്ടായിട്ടുള്ള നഷ്ടത്തിലും ദുഃഖത്തിലും ഞാൻ അനുശോചനം രേഖപ്പെടുത്തുന്നു. മാധ്യമങ്ങളിലൂടെ താങ്കളെക്കുറിച്ച് ധാരാളം വായിക്കുകയും കാണുകയും ഒക്കെ ഉണ്ടായി. താങ്കൾ ഈ ദുരന്തമുഖത്ത് പ്രകടിപ്പിച്ചിട്ടുള്ള നിശ്ചയദാർഢ്യവും മനസാന്നിധ്യവും സമാനതകളില്ലാത്തതാണ്. അതിനെ ഞാൻ ആദരവോടുകൂടി കാണുന്നു. കാരണം ഉറ്റവരും ഉടയവരൊക്കെ നഷ്ടപ്പെട്ടപ്പോഴും അനേകം പേരെ തിരിച്ചറിയാൻ വേണ്ടി വിശ്രമമില്ലാതെ അങ്ങേയറ്റത്തെ പ്രതിബദ്ധതയോടുകൂടി നടത്തിയിട്ടുള്ള പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ ഞാൻ വായിക്കുകയുണ്ടായി. പിന്നെ ഇവിടെ പറഞ്ഞ ഈ പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ഷൈജ സ്വാഗതം ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ ആയിരിക്കും കാര്യങ്ങൾ നടപ്പാക്കുക എന്ന് സർക്കാരിന് വേണ്ടി ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുകയാണ്. മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇതിൽ നഷ്ടപ്പെട്ട എല്ലാവരുമായി, ദുരന്തത്തിന് ഇരയായവരുമായി ചർച്ച ചെയ്തുകൊണ്ടായിരിക്കും ഈ പുനരധിവാസ പദ്ധതി നടപ്പാക്കുക എന്ന കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ പറഞ്ഞ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം, അല്ലെങ്കിൽ നേരത്തെ ഇവിടെ പറഞ്ഞത് എല്ലാവരും ഒരു സ്ഥലത്ത് എന്നുള്ളതല്ല, പക്ഷേ ഇപ്പോൾ ഷൈജ പറഞ്ഞല്ലോ എല്ലാവരും ഒരേ സ്ഥലത്താണ് ഉണ്ടാവേണ്ടത്. അപ്പം ഇങ്ങനെ അഭിപ്രായങ്ങളുണ്ടാവും. ഈ അഭിപ്രായങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു പദ്ധതിയായിരിക്കും സർക്കാർ നടപ്പാക്കുക. സർക്കാർ ഏറ്റവും മികച്ച പുനരധിവാസ പദ്ധതി നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ആധുനികമായ രീതിയിൽ ഉള്ള ഒരു പുനരധിവാസം നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സർക്കാർ കൂടെയുണ്ട് എന്ന ഉറപ്പ് ശ്രീമതി ഷൈജയ്ക്ക്, കാരണം ഈ ദുരന്തത്തിനിരയായവരുടെ ആകെ ഒരു പ്രതിനിധിയായിട്ടാണ് ശ്രീമതി ഷൈജയെ കാണുന്നത്. അവർ ഈ ദുരന്ത മുഖത്തുടനീളം നിന്നൊരാളെന്ന നിലയിൽ ആ ഉറപ്പ്, സർക്കാർ കൂടെയുണ്ട് എന്നൊരു ഉറപ്പ് നൽകാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്.